അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു നാമമാണ് റസ്സാഖ് എന്നത്. പരിശുദ്ധമായ ഖുർആനിൽ ഒരു പ്രാവശ്യമാണ് ഇത് വന്നിട്ടുള്ളത്. റസ്സാഖ് എന്നതിൻ്റെ അബ്ജദിയത്ത് 308 ഭക്ഷണം നൽകുന്നവൻ എന്ന് നമുക്ക് അതിന് അർത്ഥം പറയാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസ്ഖ് എന്ന പദത്തിൽ നിന്നാണ് റസ്സാഖ് എന്നത് ഉണ്ടായത്. റസ്ഖ് എന്ന് പറഞ്ഞാൽ നൽകൽ എന്നാണ് അതിൻ്റെ അർത്ഥം. റിസ്ഖ് എന്ന് നാം സാധാരണ പറയാറുണ്ട്. അത് അള്ളാഹു നമുക്ക് നൽകിയ വസ്തുക്കൾക്കാണ് റിസ്ഖ് എന്ന് പറയുന്നത്. അള്ളാഹു നമുക്ക് ഭക്ഷണം നൽകുന്നു. അപ്പം അള്ളാഹുവിൻ്റെ നൽകൽ എന്ന പ്രവർത്തനത്തിന് റസ്ഖ് എന്നും, അള്ളാഹു നൽകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഭക്ഷണത്തിന് റിസ്ഖ് എന്നുമാണ് പറയുക. റിസ്ഖ് 2 രൂപത്തിലാണ് ഉള്ളത്. റിസ്ഖുൻ ലാഹിറുൻ, പ്രത്യക്ഷമായ റിസ്ഖ്, സാധാരണ നാം ആഹരിക്കുന്ന ആഹാരം പോലെ, നാം കുടിക്കുന്ന വെള്ളം പോലെ. അതുപോലെ വരിസ്ഖുൻ ബാത്തിൻ, ആന്തരികമായ ഭക്ഷണം. അത് കൽ മആരിഫി, നമ്മളുടെ ഖൽബുകളിൽ അല്ലാഹു തആല നൽകുന്ന ജ്ഞാനങ്ങൾ, മഅരിഫത്തിൻ്റെ അറിവുകൾ ആണ് ബാത്തിനായ റിസ്ഖ്. ചുരുക്കത്തിൽ അല്ലാഹു തആല റസ്സാഖാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവൻ്റെ അടിമകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ആവശ്യമായ എല്ലാം നൽകുന്നവനാണ് എന്നാണ് അർത്ഥം. സർവ റിസ്ഖുകളെയും, അത് ബാഹ്യമായ ഭക്ഷണമാണെങ്കിലും ആന്തരികമായ ഭക്ഷണമാണെങ്കിലും എല്ലാ ഭക്ഷണങ്ങളെയും സൃഷ്ടിക്കുകയും ആ ഭക്ഷണങ്ങളെയൊക്കെ സൃഷ്ടികളിലേക്ക് എത്തിക്കുകയും ആ ഭക്ഷണങ്ങളെ കൊണ്ട് സന്തോഷിക്കാനുള്ള സബബുകൾ, അല്ലെങ്കിൽ ആ ഭക്ഷണം കരസ്ഥമാക്കാനുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് റസ്സാഖ് എന്ന മഹത്തായ ഇസ്മിൻ്റെ അർത്ഥമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ജസദിൻ്റെ ഭക്ഷണം, ശരീരത്തിൻ്റെ ഭക്ഷണം, അത് സാധാരണയിൽ നാം കഴിക്കുന്ന ഫുഡുകളാണ്. ബുദ്ധിയുടെ ഭക്ഷണം അത് അറിവുകളാണ്. ഹൃദയത്തിൻ്റെ ഭക്ഷണം ഓരോ വിഷയങ്ങൾ ഗ്രഹിക്കലാണ്. റൂഹിൻ്റെ ഭക്ഷണം ആ റൂഹിൽ അള്ളാഹുവിൻ്റെ തിരുപ്രകാശത്തെ ദർശിക്കലാണ്, വെളിവാകലാണ്. ഈ നിലക്കൊക്കെ ഭക്ഷണങ്ങളെ പല രൂപങ്ങളിലായി പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. റസ്സാഖ് എന്ന ആ ഇസ്മ പോലെ തന്നെ അള്ളാഹുവിന് പറയപ്പെടാറുള്ള ഒരു ഇസ്മാണ് റാസിഖ് എന്നത്.
അള്ളാഹു എല്ലാ സൃഷ്ടികൾക്കും റിസ്ക് നൽകുന്നു. ഈ പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ സർവ വസ്തുക്കൾക്കുള്ള റിസ്ക്കുകളെയും അല്ലാഹു തആല കണക്കാക്കുകയും ആ റിസ്ക്കുകൾ, ഭക്ഷണങ്ങൾ പരിപൂർണമായ നിലക്ക് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് റാസിഖ് എന്ന് പറഞ്ഞാൽ. റസാഖ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ആഴത്തിൽ അർത്ഥമുള്ള പദമാണ്. യർസുഖു റസ്ഖൻ അല്ലെങ്കിൽ യർസുഖു റിസ്ഖൻ ബഅദ റിസ്ഖിൻ. സൃഷ്ടികൾക്ക് ഭക്ഷണം നൽകുന്നു, അതിൻ്റെ തൊട്ടുപിറകെ വീണ്ടും ഭക്ഷണം നൽകുന്നു, ഭക്ഷണം നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഭക്ഷണത്തിൽ എല്ലാ നിലക്കുള്ള വർധനവും വിശാലതയും ചെയ്യുന്നു എന്ന അർത്ഥതലമാണ് റസാഖ് എന്നതിന് ഉള്ളത്. ഈ റസാഖ് എന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുകളിലെ 18ാമത്തെ ഇസ്മാണ്. നമ്മളുടെയൊക്കെ വലത് കൈയിൽ അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ എണ്ണമായ 18 എന്നും ഇടത് കൈയിൽ 81 എന്നും എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിലേക്കുള്ള സൂചനയാണ് ഇടത് കൈയിലെ 81 വലത് കൈയിലെ 18. 81 18 കൂട്ടുമ്പോൾ 99. അത് അള്ളാഹുവിൻ്റെ മനോഹരമായ 99 നാമങ്ങളിലേക്കുള്ള സൂചനയാണ്. ഇനി 81 നിന്ന് 18 കുറക്കുകയാണെങ്കിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയസ്സാകുന്ന 63ലേക്കുള്ള സൂചനയാണ്. എന്തോ ആകട്ടെ, വലത് കൈയിൽ എഴുതപ്പെട്ടത് 18 എന്നാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ 18ാമത്തത് റസാഖ് എന്നതാണ്. അത് വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഭക്ഷണ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് എന്നതിലേക്കുള്ള വലിയ ഒരു സൂചന നൽകുന്നുണ്ട്. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ ആ ഖുർആനിലെ 18ാമത്തെ അധ്യായം സൂറത്തുൽ കഹ്ഫാണ്. ഒരു മനുഷ്യന് ആത്മീയതയുടെ ഉന്നതങ്ങളായ അറിവുകളും ജ്ഞാനങ്ങളും വളരെ കൂടുതലായി നൽകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. ആത്മീയതയിൽ അങ്ങേയറ്റം മഹത്വം കൈവരിച്ച ഖിളിർ നബി അലൈഹിസ്സലാമിൻ്റെയും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും അതുപോലെ തന്നെ മഹത്തുക്കളായ അസ്ഹാബുൽ കഹ്ഫിൻ്റെയും ഒക്കെ ചരിത്രങ്ങൾ സൂറത്തുൽ കഹ്ഫിലുണ്ട് എന്ന് നമുക്കറിയാം. അപ്പം അത് 18ാമത്തെ സൂറത്താക്കിയത്, അള്ളാഹുവിൻ്റെ 18ാമത്തെ ഇസ്മ് റസാഖായത്, ഇതൊക്കെ ഒന്ന് തമ്മിൽ ചേർത്ത് വായിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. റസാഖ് എന്ന ഇസ്മ് അള്ളാഹുവിൻ്റെ ഫിഅലിയായ വിശേഷണമാണ്. വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ ചെയ്യേണ്ടതില്ല. സൃഷ്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് അള്ളാഹുവിന് നിർബന്ധമായ കാര്യം അല്ല എന്ന നിലക്ക് അതൊരു ഫിഅലിയായ പ്രവൃത്തിപരമായ വിശേഷണമാണ്. ഈ ഇസ്മുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തേണ്ടത് റിസ്ഖിനെ അള്ളാഹുവിൽ നിന്ന് മാത്രം
പ്രതീക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തുക എന്നതിലൂടെയാണ്. നാം എപ്പോഴും റിസ്ക്കിനെ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുവിൽ നിന്നാകണം. കാരണം നമ്മെ സൃഷ്ടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്കുള്ള റിസ്ക്കുകൾ വളരെ കൃത്യമായി കണക്കാക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തവനാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് തന്നെ ആ റിസ്ക്കിനെ അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മറ്റു ആളുകളിൽ നിന്നോ ഏതെങ്കിലും ജോലികളിൽ നിന്നൊക്കെ നാം റിസ്ക്ക് പ്രതീക്ഷിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വലിയ വിഷമാവസ്ഥയിൽ ആയിപ്പോകാറുണ്ട്. ഇനി ഈ ഇസ്മുമായി നമ്മൾ സ്വഭാവം ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ്? മഹത്തുക്കൾ പഠിപ്പിച്ചു, നമ്മുടെ കൈ നമ്മുടെ റബ്ബിൻ്റെ ഒരു ഖജനാവായി മാറണം. നമ്മുടെ നാവ് റബ്ബിൻ്റെ ഖജനാവായി മാറണം. അഥവാ നമ്മുടെ കൈകളിലൂടെ, നമ്മുടെ സംസാരങ്ങളിലൂടെ മറ്റുള്ള ആളുകൾക്ക് അവരുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണവും അവരുടെ ആത്മാവുകൾക്ക്, റൂഹുകൾക്ക് ആവശ്യമായ ഭക്ഷണവും കിട്ടുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരലാണ്. ജനങ്ങളുടെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള ഒരു ചേർക്കുന്ന, ബന്ധപ്പെടുത്തുന്ന കണ്ണിയായി നമുക്ക് ആകാൻ സാധിക്കണം. നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഇൽമ് പോലെയുള്ളത് നാം മറ്റുള്ളവരിലേക്ക് പകരണം. നമുക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള റിസ്ക്കുകൾ നാം മറ്റുള്ളവർക്ക് നൽകണം. ഭക്ഷണം മറ്റുള്ളവർക്ക് നൽകുക എന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ സർവ്വ ആളുകളും മറ്റുള്ള മനുഷ്യർക്കും ജീവികൾക്കും ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യം കാണിക്കുന്നവരാണ്. ഏതൊരു വലിയൻ്റെ ജീവിതമെടുത്ത് പരിശോധിച്ചാലും അവർ അവരുടെ ജീവിതകാലത്ത് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരായിരുന്നു. വഫാത്തായ എത്രയോ മഹത്തുക്കൾ ഇപ്പോഴും അവരുടെ മസാറുകളിൽ ഭക്ഷണം കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ തുടരുന്നത് നമുക്ക് കാണാൻ കഴിയും പല സ്ഥലങ്ങളിലും. അതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ റസാഖ് എന്ന ഇസ്മുമായി വളരെ കൂടുതലായി ബന്ധം പുലർത്തി, അതുകൊണ്ട് സ്വഭാവം ശ്രദ്ധിച്ചതുകൊണ്ടാണ്. എത്രയോ അറിവുകൾ അള്ളാഹുവിൻ്റെ ഔലിയാ മറ്റു സൃഷ്ടികളിലേക്ക് പകർന്നു നൽകി മറ്റുള്ളവരുടെ ആത്മാവുകൾക്ക് ഭക്ഷണം നൽകിയിട്ടുണ്ട്. ഇനി ഈ ഇസ്മുമായിട്ട് നാം കൂടുതലായി ബന്ധം പുലർത്തുമ്പോൾ നമ്മിൽ ഉണ്ടായിത്തീരുന്ന ചില കാര്യങ്ങൾ, ഒന്ന് അള്ളാഹുവിനോടുള്ള മഹബത്ത്. അള്ളാഹുവാണ് എനിക്ക് എല്ലാം നൽകുന്നത്. ഞാൻ ആഹരിക്കുന്ന ആഹാരവും ഞാൻ അനുഭവിക്കുന്ന അറിവും എല്ലാം എൻ്റെ റബ്ബ് നൽകിയതാണ് എന്ന ഒരു ബോധം, ഒരു തിരിച്ചറിവ് ഒരു മനുഷ്യന് ലഭിക്കുമ്പോൾ തീർച്ചയായും അവൻ അള്ളാഹുവിനോട് അടങ്ങാത്ത സ്നേഹമുള്ളവനായി മാറുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മേലിൽ സത്യസന്ധമായ നിലക്ക് ഭരമേൽപ്പിക്കുന്ന സ്വഭാവം അവനിലുണ്ടാകും. എപ്പോഴും അള്ളാഹുവുമായി ബന്ധം പുലർത്തുന്ന ആ ഒരു പ്രവണത തീർച്ചയായും ഈ ഇസ്മുമായി ബന്ധം പുലർത്തുമ്പോൾ ഉണ്ടാകും.
അള്ളാഹുവിന് തഖ്വ ചെയ്യുക, അള്ളാഹുവിന് അനുസരിക്കുക, വഴിപ്പെടുക, ഇബാദത്ത് ചെയ്യുക എന്നത് അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകും. കാരണം وَمَن يَتَّقِ اللَّهَ يَجْعَل لَّهُ مَخْرَجًا وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ. അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, എല്ലാ വിഷയങ്ങളിലും അള്ളാഹു അവന് തുറസ്സു നൽകുകയും അവൻ വിചാരിക്കാത്ത രൂപത്തിലൂടെ തന്നെ റിസ്ക് നൽകുകയും ചെയ്യും എന്നാണ്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ നിലക്കുള്ള ഒരു തവക്കുല് ആ മനുഷ്യനിൽ ഉണ്ടാകുന്നു. അതുപോലെ ഭക്ഷണം തേടുന്ന വിഷയത്തിൽ നിഷിദ്ധമായ കാര്യങ്ങളുമായി അവൻ ബന്ധപ്പെടുകയില്ല, ഹറാമായ മാർഗങ്ങൾ അവൻ തേടിപ്പോവുകയില്ല. പലിശ പോലെയുള്ള, ലോട്ടറി പോലെയുള്ള, പിടിച്ചുപറിയും കവർച്ചയും പോലെയുള്ള വിഷയങ്ങളുമായി അവൻ ബന്ധപ്പെടുകയില്ല. കാരണം എൻ്റെ റിസ്ക് എനിക്ക് നൽകുന്നത് എൻ്റെ സൃഷ്ടാവായ അള്ളാഹുവാണെന്ന ബോധം അവനിൽ ഉണ്ടാകും. അതേപോലെ തന്നെ മറ്റു സൃഷ്ടികളെ പേടിക്കുന്ന ഒരവസ്ഥയും അവനിൽ ഇല്ലാതെയാകും. അള്ളാഹുവാണ് എൻ്റെ റിസ്ക് ഏറ്റെടുത്തിട്ടുള്ളത്, അള്ളാഹുവാണ് എനിക്ക് ആവശ്യമുള്ള റിസ്ക് നൽകുന്നത് എന്ന ഒരു ബോധത്തിലേക്കൊരു മനുഷ്യൻ എത്തിയിട്ടില്ലെങ്കിൽ തീർച്ചയായും പല സൃഷ്ടികളെയും അവൻ്റെ ജോലി സംബന്ധമായ മേഖലകളിലും മറ്റും അവന് പേടിക്കേണ്ടി വരും. അതുപോലെ തന്നെ പിശുക്കത്തരത്തെ തൊട്ട് അവന് അകലം പാലിക്കാൻ കഴിയും. അള്ളയാണ് എല്ലാവർക്കും റിസ്ക് നൽകുന്നത്. ഞാൻ എത്ര ദാനമായി മറ്റുള്ളവർക്ക് നൽകിയാലും ഞാൻ നൽകുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി എനിക്ക് റിസ്ക് നൽകാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന ചിന്താഗതിയും ബോധവും വരുമ്പോൾ തീർച്ചയായും പിശുക്ക് എന്ന വളരെ മോശമായ സ്വഭാവം അവനിൽ ഇല്ലാതെയാകും. അതേപോലെ തന്നെ അവൻ്റെ ഏറ്റവും മുഖ്യമായ കാര്യം, അവൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന കാര്യം അള്ളാഹുവിൻ്റെ റിളയായി മാറും. കാരണം എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണല്ലോ. എൻ്റെ ഏറ്റവും മുഖ്യമായ ഭക്ഷണം, അല്ലെങ്കിൽ ഞാൻ അങ്ങേയറ്റം മുഖ്യമായി കാണുന്ന വിഷയം, അത് അള്ളാഹുവിൻ്റെ റിള എനിക്ക് കിട്ടലാണ് എന്ന ഒരു ബോധത്തിലേക്ക് ആ മനുഷ്യന് എത്താൻ കഴിയും.